കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഇഡിയും വിഡിയും മോഡിയും നീതി നടത്തിയിട്ടുള്ള ഗൂഢാലോചന ഇന്നത്തോടുകൂടി അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ജനങ്ങളെ അണിനിരത്തി നിയമപരമായി ഞങ്ങൾ പോരാടും. നിങ്ങൾക്കെതിരെ ഞങ്ങൾ തോൽപ്പിക്കും എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഞങ്ങളുടെ ഭാഗത്ത് ശരിയില്ല. വീടിനെ ചെല്ലുപൊട്ടിയതിന് വീടിക്കാണ് ദുഃഖം. വീടിക്ക് ചെല്ലുപൊട്ടി വീടിക്ക് ദുഃഖം. വീടിന്റെ പോലീസാണ് പാളയത്ത് നമ്മുടെ ആഫീസിന് മുമ്പ് കയറാൻ വന്നത്. ഇതിന്റെ ഉള്ളിലുണ്ട് പിടിക്കും. അവിടെ നമ്മുടെ പാർട്ടി സാധനങ്ങൾ ഹൃദയത്തിലേക്ക് കയറും. അതൊക്കെ കേസൊക്കെ നിങ്ങൾ എന്ത് പണി കിട്ടും? കേസൊന്നും നമ്മളന്ന് അതിലൊന്നും പേടിക്കുന്നവരല്ല. തോറ്റി ജയിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് ഈ തോൽവിയിലൊന്നും തകരില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പോലീസ്, ഇഡി, CBI ഞങ്ങൾക്ക് പുല്ലാണ് നിങ്ങളൊക്കെ. കാരണം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മുമ്പിലാണ് ഞങ്ങൾ വളർന്നത്. ഈ നൊട്ട ഇഡിയുടെ മുമ്പിലല്ല, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മുമ്പിൽ വെല്ലുവിളിച്ച് വളർന്നവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾക്ക് ഒന്നേ ഇവരോടൊന്ന് പറയാനുള്ളത്, മരിക്കാൻ ഭയമില്ലാത്തവരെ നിങ്ങൾ എന്ത് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്താൻ പോകുന്നത്? മരണഭയമില്ലാത്തവരെ നിങ്ങളെ വടിയാട്ടി ഭീഷണിപ്പെടുത്താൻ പോകുന്നുണ്ടോ? നിങ്ങളുടെ ലാത്തി, നിങ്ങളുടെ ചില പ്രയോഗങ്ങൾ മരണഭയമില്ലാത്തവർക്ക് പുല്ലാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ഹൃദയത്തിലുണ്ട് ഇപ്പോൾ. ആ ജനങ്ങളാണ് ഏത് കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിച്ചത്. അവരെ അണിനിരത്തി നിങ്ങളെ വെല്ലുവിളിച്ച് ഞങ്ങൾ മുമ്പിലേക്ക് പോകും. നിങ്ങൾ ഇന്നിവിടെ ചെയ്തത് പിണറായിയോടുള്ള വ്യക്തിവിരോധം തീർക്കാനാണ് എന്ന് ഒരാളും വിചാരിക്കുന്നില്ല. ഒരാളും അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല, വിചാരിക്കുന്നുമില്ല. പിണറായിയോട് ഇഡിക്ക് വിരോധമുണ്ടാവാൻ ഇഡിയുടെ മകളെ കല്യാണം കഴിച്ച് പീഡിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ പിണറായി. ഇഡിയും വിഡിയും മോഡിയും കൂടി പിണറായിയെ വീട്ടിൽ റെയ്ഡ് നടത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനാണ്, ഈ ചെങ്കൊടി നാട്ടാനാണ്. ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം, ഞങ്ങളുടെ ശരീരത്തിൽ ചോരയുള്ളിടത്തോളം കാലം ഈ കേരളത്തിൽ ഈ കൊടി പാറിക്കൊണ്ടിരിക്കും, പറന്നുകൊണ്ടിരിക്കും. മനുഷ്യരിലാണ് ഞങ്ങൾക്ക് വിശ്വാസം. മനുഷ്യരുടെ പ്രസ്ഥാനമാണ്. ഇന്നിപ്പോ ഇതൊക്കെ കഴിഞ്ഞു പോണ പോക്കില് ഇടിയുമ്പോ കഴിഞ്ഞിട്ട് ചില്ലുപൊട്ട് എന്തെങ്കിലും ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഒന്നാമത് ഇഡിക്കൊക്കെ വീട്ടിൽ പോയിട്ട് വീട് കിടക്കാൻ ഏത് നിയമത്തിന്റെ പിൻപിലുള്ള ഇഡിന് കേട്ടൊരു വലിയ സംഭവം പലരുടെയും ആരാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, റവന്യൂ ഇന്റലിജൻസ് ബോർഡിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അവർക്ക് എന്ത് ലീഗൽ സാങ്ക്ടിറ്റിയാണുള്ളത്? നിയമങ്ങളെ സ്ഥാപിക്കപ്പെട്ടതോ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും, പോലീസ് ആയാലും CBI ആയാലും NIA ആയാലും എല്ലാം നിയമം മൂലം സ്ഥാപിക്കപ്പെട്ടതാണ്. അങ്ങനെ നിയമം മൂലം സ്ഥാപിക്കപ്പെട്ടതിൽ ഇഡി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ: പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ്, കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയുക. ഇതിന് മാത്രമുള്ളതാണ് ഇഡി. ആ അധികാരം മാത്രമേ ഇഡിക്കുള്ളൂ. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ്, അതാണ് ഇഡിയുടെ ഉത്തരവാദിത്തം. അതിനുവേണ്ടി മാത്രമാണ് ഇഡി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഉത്തരവാദിത്തം വെച്ച് രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായി തിരിഞ്ഞാൽ കഥ ഞങ്ങൾ കഴിക്കും. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ. അതുകൊണ്ട് ഇതൊക്കെ നിർത്തുന്നത് നല്ലത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ത്യ രാജ്യത്തെ ഒരു മനുഷ്യന് ഇന്ത്യയിലെ നിയമപ്രകാരം ഏറ്റവും കൂടിയാൽ നിങ്ങൾക്ക് തൂക്കിക്കൊല്ലാൻ പറ്റും. ഞങ്ങൾക്ക് പുല്ലാണെന്ന് മരണഭയമില്ലാത്തവരെ നിങ്ങൾ എന്ത് പറഞ്ഞ് പേടിപ്പിക്കും? ഞങ്ങളുടെ മരണഭയമില്ലാതെ നടക്കുന്നവരാണ്. അതുകൊണ്ട് ആ പേടിയൊന്നും ഞങ്ങളെ പേടിപ്പിക്കാൻ നിൽക്കരുത്. അപ്പോ വീടിലെ പോലീസ് വന്ന് ഇഡിയെ രക്ഷിക്കാൻ ആഫീസിനുള്ളിൽ കയറി പിടിക്കും. ആഫീസിനുള്ളിൽ കയറി വിവരം അറിയുന്നവരുടെ പാർട്ടി നേതാക്കൾ. അതാണ് ഈ പാർട്ടിക്ക് ഒരു പ്രശ്നം വരുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഈ മഴ പെയ്താൽ മണ്ണിൽ നിന്ന് എവിടെ നിന്നാണ് പാറ്റുകൾ പൊടിഞ്ഞു വരുന്നതെന്ന് ആർക്കും അറിയില്ല. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടികൾ ഉയർന്നു വരും. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ പ്രതിസന്ധിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജ്വലിച്ചു നിൽക്കുക. കമ്മ്യൂണിസ്റ്റിന്റെ പ്രത്യേകത അതാണ്. ഇറക്കത്തിൽ സൈക്കിൾ വെക്കാൻ ആർക്കും പറ്റും, കൈവിട്ടും കിട്ടും. കയറ്റം ചവിട്ടിക്കയറ്റുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ മിടുക്കുക. ആ മിടുക്കാണ് ഇത് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കയറ്റം ചവിട്ടിക്കയറ്റും. വെല്ലുവിളികൾ ഉള്ളപ്പോഴാണ് നമുക്ക് ഊർജ്ജസ്വലത. വെല്ലുവിളികൾ തന്നെ അത്രത്തോളം നമ്മൾ
ഊർജ്ജസ്വലമായി മുന്നിലേക്ക് പോകും. നിങ്ങളുടെ അന്ത്യത്തിലേക്ക് എത്തുന്നത് വരെ ഈ പോരാട്ടം ഞങ്ങൾ തുടരും.